എത്രയോ സാധാരണ ആളുകളെ ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തി. അപ്പൊ അതിനൊരു ഇക്വേഷൻ വേണമല്ലോ, ഒരു ബാലൻസിങ് വേണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നാരോ ആയിട്ടുള്ള ഒരു വ്യൂ എടുക്കാൻ പറ്റില്ല. പാകിസ്ഥാനിലെ ജനങ്ങൾ കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചെയ്യാവുന്നതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു പോസിബിലിറ്റിയാണ്, ഒരു മെസ്സേജ് നൽകുന്നതാണ്. ഒരുപക്ഷെ ഇത് നമുക്കും ഇൻകൺവീനിയൻസ് ഉണ്ടാകാം, നമ്മുടെ ആളുകൾക്കും വെള്ളം കിട്ടാതെ വരാനുള്ള സാധ്യതകളുമുണ്ട്. ഇത് പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പല ക്രൈസിസ് സമയത്തും ഇതായിരുന്നു നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നത്. പക്ഷെ എല്ലാ സമയത്തും അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യ. അപ്പൊ അതിന്റെ അർത്ഥം പാകിസ്ഥാൻ നമ്മളെ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. ആ പ്രൊവക്കേഷൻ അത്ര വലുതായതുകൊണ്ടാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് മാറ്റിയിട്ട് മറ്റു തരത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുമെങ്കിൽ അതിന് നമ്മൾ തയ്യാറായിരിക്കും. അപ്പോൾ സാധാരണക്കാരായ പാകിസ്ഥാൻകാരെ വെള്ളം കുടിപ്പിക്കാതിരിക്കാനെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അവരെ കാണിച്ചു കൊടുക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്യുന്നത്, അതിന് ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺഷ്യൻസ് ഇഷ്യൂ നമുക്ക് ഉണ്ടായിക്കൂടാ. കാരണം ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ യുദ്ധത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. അത് മോറൽ ആണെന്ന് തീർച്ചയായിട്ടും വാദിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ അവിടെയാണ് ഡ്യൂട്ടി വരുന്നത്. അപ്പൊ അങ്ങനെ അതിനെ കാണേണ്ടതാണ് ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞത്.